അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ കറി ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിൽ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ റെഡ് കളർ ചില്ലി യൂസ് ആക്കുന്നില്ല. ഫുള്ളും എന്താ നമ്മളെ കുരുമുളകാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. കുരുമുളകും മല്ലിപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് കണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ മസാല ചെയ്തിട്ടാണ് കമ്പനിയൊക്കെ ഏതാവോ, അത് പ്രൊമോഷനല്ലല്ലോ നമ്മൾ. കമ്പനി ഏതാ? ഡബിൾ ഹോഴ്സ് അല്ലേ? ഏതാവോ അതിൻ്റെ കരം. കഴുകി വെച്ചതിന് അതിങ്ങനെ ഓരോന്നായിട്ട് ഇടുക. നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളെ മസാലയും ഇതൊക്കെ പാടെ ചിക്കൻ മസാലയും എല്ലാം ഇങ്ങോട്ട് ഇതിക്ക് ഇട്ട് ഇളക്കുക. ഉരുളിൽ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ആ വെള്ളം ഉണ്ട്, ആ വെള്ളം ഇതിട്ട് ഒന്ന് ആഡ് ചെയ്യട്ടെ. അത് ആഡ് ചെയ്താലോ നമുക്ക് ഇത് അതുമല്ല ഒരു മനസ്സിക്കൊരു ആ ഒരു ഇത് കൂടി വെള്ളം കളഞ്ഞ സുഖം കിട്ടൂലല്ലോ. അതാണ് അതിന്റെ സത്ത്. ഇനി മൂടി വെച്ചിട്ട് വേറട്ടല്ലേ. നല്ലൊരു കളറൊക്കെ ഉണ്ടല്ലോ. ഒരു ഡാർക്ക് കളർ, ഒരു എന്താ പറയാ കോഫി പൗഡറിന്റെ ഒക്കെ കളർ. നമ്മളെ ചിക്കൻ എന്താ ചിക്കൻ എന്താന്നറിയാം, നമ്മളെ ഇതിന്റെ കളറായിരിക്കും വരിക. കുരുമുളക് ഇട്ട് കണ്ടല്ലേ, അതുകൊണ്ട് നമ്മളെ റെഡ് ചില്ലിന്റെ കളർ കിട്ടൂല കേട്ടോ. റെഡ് ചില്ലി റെഡ് ചില്ലി തന്നെയല്ലേ നെയ്ച്ചോറ് കറിക്ക് ഗ്രേവി എന്താ നല്ലേ? അതായത് ചൂടാണ്, പെരും ചൂട്. ചൂടല്ലേ നമ്മളവിടെ? നമ്മളവിടെ പൊതുവെ എല്ലായിടത്തും അതന്നെ കേരളത്തില് മൊത്തം. നോൽമ്പിനെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മള് പിന്നെ ചിക്കൻ തന്നെ ചൂടാണ്. അല്ലാതെ ഇപ്പൊ നോൽമ്പിന് ചിക്കനും ബീഫും അല്ലാതെ ആരും കഴിക്കൂല. കറി വേണ്ടേ? ഉപ്പ് കുറച്ചും കൂടി ഒന്ന് അടയട്ടെ. കുരുമുളകിന്റെ ഫ്ലേവർ ആട്ടോ ഫ്രണ്ടിക്ക് വരുള്ളൂ. കുറഞ്ഞ തീയിൽ വന്നാ മതി. മാഗി ക്യൂബ് ഒന്നും ഇടട്ടെ കേട്ടോ. എന്തിനാണ്? അതാ ഒരു ഗ്രേവിക്ക് ഒരു നല്ല ഇത് കിട്ടും. മാഗി ക്യൂബ് ഇടുമ്പോ ടേസ്റ്റോ? ടേസ്റ്റ് ഒരു കൊഴുപ്പും. നമ്മളെ ചിക്കൻ ഏകദേശം ഒക്കെ വെന്തത്തിന് കേട്ടോ. അപ്പൊ ഇനി ഇതിക്കൊന്ന് മാറ്റി, ഈ അടുപ്പിലൊന്ന് മാറ്റി വെക്കട്ടെ ഞാൻ. എന്നിട്ട് നമുക്ക് അതിന് നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇതിക്ക് മാറ്റട്ടെ. അങ്ങനെ ഏകദേശം വെന്തുക്കണല്ലേ കറി? അപ്പൊ ഇനി കുറഞ്ഞ ഫ്ലെയിമിൽ തളച്ചാ മതി അല്ലേ? അപ്പൊ രണ്ടും ഒറ്റടിക്ക് ആവൂലേ? നല്ല ചൂടേൽക്കുവേനി അല്ലേ? ഇടയ്ക്ക് തിളക്കണ് മതിയോ? കുറച്ചും കൂടി ഇതാക്കി കളി. നെയ്യ്, ഈ നെയ്യ് നമ്മളെ ഫ്രണ്ടിന്റെ കേട്ടോ, നിലമ്പൂർ മിൽക്ക്. നമ്മളെ ബാല്യകാല സുഹൃത്തിന്റെ ആണ് ഈ കമ്പനി, നിലമ്പൂർ മിൽക്ക്. ഓന്റെ പ്രമോഷൻ ആയിക്കോട്ടെ. നാരങ്ങ വെള്ളം ഞാൻ കലക്കട്ടോ. എന്നും കളക്കുന്ന ആള് വേറെയാണ്, ഇന്ന് ഞാനാണ്. എന്നും റിയ. നോക്ക് ഭയങ്കര ക്ഷീണമുണ്ട് നോലുമ്പ് പോയിട്ട്. ഇന്ന് എന്താ അറിയില്ല, ചൂട് കൂടുതലായിട്ടേ കാരം. ഇന്ന് മുണ്ടാട്ടൊന്നുമില്ല, ഇന്ന് സൈലൻ്റാണ് ആള്. ഇന്ന് നോലുമ്പോഴൊക്കെ തലക്കുടിച്ചിരുന്നു. നോലുമ്പ് തലക്കുടിച്ചിരുന്നു. ഓക്കെ ചൂടാണ് ഓക്കെ. ചൂടില്ലെങ്കിൽ ഓക്കെ അല്ലേ? ഗൾഫിലൊക്കെ ഭയങ്കര തണുപ്പാണ് പോലെ. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിനെ കണ്ടിന്യ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞില്ലേ, ഞാൻ ഫ്രണ്ട് ഗൾഫിൽ നിൽക്കണ്. എന്തോ ഹോസ്പിറ്റൽ കേസ് എന്താ ആയിട്ട് വണ്ടിയില്ലേ, ഈ സാബുന് സോപ്പൊക്കെ കൊണ്ടുപോണേ അങ്ങനത്തെ വണ്ടി. ആരപ്പോ ഈ വണ്ടിയിൽ ഞാൻ വിളിച്ചെന്ന് വിചാരിച്ച് നോക്കുമ്പോ അസറപ്പിന്റെ ഏട്ടനെ. ഞാന് നെയ്ച്ചോറ് ഉണ്ടാക്കും വെള്ളം ഒഴിച്ചിട്ടോ. അതിന്റെ അടിയിൽ ഞാൻ എളാപ്പാനെ നിന്ന് നിലമ്പൂരിന്ന് കണ്ടീനു. ആ വർത്താനൊക്കെ പറയുന്നു. എളാപ്പാനെ നിലമ്പൂരിന്ന് കണ്ട അമ്മ ഇങ്ങനെ. അപ്പൊ ഓരോ കാര്യം പറയാണ്. കുട്ടിയൊക്കെ കൊണ്ടുവന്നീന് കഴിഞ്ഞ നോൽമ്പിന് കിട്ടിയതിന് അക്കടയിൽ ഇഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ ഇതാക്കണതാ. അപ്പൊ ഞാൻ പറയും ഇനി നോൽമ്പിന് ഇങ്ങനത്തെ ഒന്നും കൊടുത്തയക്കണ്ട, കറാമ്പും പട്ടിയും ഒക്കെ ചെറുത്തുണ്ട്.
വെറുതെ വേസ്റ്റ് ആക്കി കളയാൻ പറ്റൂലല്ലോ. വേസ്റ്റ് ആവൂല, കേടൊന്നും വരൂല. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞു അതൊന്നും വേണ്ട എനിക്ക്. ഇതുണ്ടല്ലോ കുറേ ഉണ്ടേന് ഞങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്നേ മരം മുറിച്ചപ്പോൾ അതിൻ്റെത് ശരിയാക്കിയുണ്ട്. പട്ടിയും കറാമ്പും അല്ലാതൊക്കെ വേറൊക്കെ കൊടുത്തേക്കാം. നല്ലോണം തിളച്ച് മറിഞ്ഞിട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം. നല്ലോണം വെള്ളത്തിലൊക്കെ ആക്കി റൈസ് ഇതിക്ക് എന്താ വറുക്കാതെ ഒക്കെ ഉണ്ടാക്കണേന്. പിന്നെ റൈസ് ഇടുക. കട്ട കുത്താതെക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കണം പറയാം. അടിച്ചേരാനൊക്കെ ഒന്ന് പോയി. ഇതുണ്ടോ അൽഹംദുലില്ലാ നല്ല കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് പറയുമ്പോന്നറിയാം. ഞാൻ ഇതാക്കാതെ ഉണ്ടാക്കിയതാണ്. ഇത് വറുക്കാതെ ഒന്നുമ്മ തൊടാതെ തന്നെ ഇത് നിൽക്കണ് റൈസ്. അപ്പൊ ഇനി ഇതാക്കണ് ഈ കണലുമ്പോ തന്നെ വെക്കല്ല എന്നുണ്ടെങ്കിൽ അടി പിടിച്ചു. ഇനി തീ വേണ്ട, അത് ഇതായി. ഇനി വേണമെങ്കിൽ ഈ കണൽമ കുറച്ചേരം വെക്കാം. എന്നിട്ട് കണൽമന്ന് അല്ലെങ്കിൽ എടുത്തു വെക്കണം. നല്ല ചൂടേക്കാരേ പടി പിടിച്ചാണ്ടോ കണലാണ് പോവൂല ഇത്. അതേമാതിരി ചിക്കൻ കറി റെഡി ആയിക്കണം കേട്ടോ. ചൂടിലുണ്ടായിക്കോട്ടെ. ഒരു ഫ്ലേവറിന്റെ സ്മെല്ലുണ്ട്. ഞങ്ങള് എന്താണ് കുരുമുളക് ഇത് നെയ്യിന്റെ കുറച്ചൊരു നെയ്യാക്കട്ടെ. അതിന് ഒന്ന് നല്ലോണം ഇട്ട് ഇളക്കട്ടത്. ഇതാക്കണ ഇവിടെ എന്താ പരിപാടി? വത്തക്ക വെള്ളം. വത്തക്ക വെള്ളത്തിന്റെ ആളോളാണേ. വത്തക്ക വെള്ളം മിൽക്കൊക്കെ ഒഴിച്ച് അത് ഭയങ്കര ഇഷ്ടമാണ്. ഓൾ തന്നെയാണ് ഉണ്ടാക്കലും എന്നും. ഫുള്ള് ഓൾ തന്നെയാണ് കോരി കുടിച്ചു ചെയ്യും. വെള്ളം കുടിച്ചണം. ചൂടത്ത് നല്ലോണം വെള്ളം കുടിച്ചണം. ഇവിടെ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ലതല്ലേ. അത് സീറ്റ് ഇതെല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെയാണ് കേട്ടോ. പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, മറ്റേ പൊക്കവട ഉണ്ട്, സമൂസ പടി ഉണ്ട്, സമൂസ കുഞ്ഞാമാൻ്റെ സമൂസ പക്ഷെ നമ്മളത് സാധാ സമൂസ അല്ല, അത് നമ്മളത് ക്രിസ്പിയാണ് കേട്ടോ. ഷേപ്പൊക്കെ വേറെ ടേസ്റ്റാണ് കാരണം. ചിക്കൻ തന്നെയാണ്, വേറെ ടേസ്റ്റാണ് കാരണം. പഴംപൊരി ഉണ്ട്, പുതിനയിലൊക്കെ ഉണ്ട്. നല്ല ഐസാണ്, നല്ല തണുപ്പായിക്കോട്ടെ അല്ലേ. ഐസ് പല വണ്ടിയില്ലേ. അതാന പിരിഞ്ഞു പോകാനേ കാലം. ഇത് വേറെ വേറെ എടുക്കട്ടെ. ഇത് കാണിച്ചു കൊടുത്തോ. വത്തക്കവെള്ളം എടുത്തല്ലേ. ചായ ആയോ? നല്ല കുട്ടികളാണല്ലോ. ഞാൻ വന്നപ്പോഴത്തേക്കൊക്കെ റെഡി ആയിട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ അപ്പൊ ഇതിന്റെ ഒരു ഇതിൽ കയ്യിൽ ആ പാത്രം അപ്പൊ ഞങ്ങള് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലാസ് എടുത്തിട്ടില്ല, വത്തക്ക ക്ലാസ്. അപ്പൊ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കറി, അതേപോലെ റെഡ്
ചില്ലി ഉപയോഗിക്കാറ് നല്ല അടിപൊളി കറിയിലേക്ക് ഈ റൈസൊക്കെ ഉണ്ടല്ലോ. റൈസ് ഉണ്ടെങ്കിൽ നല്ല തീരാൻ നിൽക്കണം, അത് അടിപൊളിയായിട്ട്. അപ്പോൾ സാധാരണ ഞാൻ നോമ്പ് തുറന്നാൽ ഉടനെ കഴിക്കും കേട്ടോ. എന്നിട്ടുണ്ട് മെല്ലെ ആണോ ഒട്ടിക്കാതെ നമ്മൾ ഈ ഇവിടെയൊക്കെ ഉണ്ടാക്കൂലേ അങ്ങനെ നല്ല പള്ളിക്കലൊക്കെ കിട്ടൂലേ അതുപോലെ നല്ല അടിപൊളി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൊച്ചു പരിവട്ടം അടിച്ചമർത്തി പോകട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഇതൊക്കെ കുറച്ചീച്ച അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾ പറഞ്ഞോ എന്താ 2 വിധത്തിലുള്ളത്. ഒന്ന് ക്രിസ്പിയാണ് നമ്മളെ, ഒന്ന് സാധാ മരിക്കില്ല ഇതാണ് കേട്ടോ. ഇത് നമ്മളത് ആരാ, ഇത് നമ്മളെ താത്ത കൊണ്ടുവന്നതാണ്. ആ ഇത് ഇവിടെ ഉണ്ടാക്കിയതുമാണ്. കുറച്ച് മാവ് ഉണ്ടാക്കിയാണ്ട് എടുത്തുകാണ്ട് ഇതൊക്കെ ഓൾറെഡി എന്താ പറയുക കുറച്ച് മാവ് നമ്മൾ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. ഈ 3 ആൾക്കുള്ളത് ആ 3 ആൾക്ക് 4 ഉണ്ടാക്കി 4 അങ്ങനെ കുറച്ചിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇപ്പം നോക്കി ഞാൻ വത്തക്കവെള്ളമൊക്കെ മറ്റേ വത്തക്കവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ്. നെയ്ച്ചോറ് എനിക്ക് മുമ്പായിട്ട് നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ട്. ബൈ.